Hello guys, welcome back to my third day of Sri Lankan vlog. ഞാനിപ്പോൾ ഇവിടെ ശ്രീലങ്കയിൽ തേർഡ് ഡേ ആയി. എന്താണ് ഇപ്പം നമ്മൾ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങണേണ്, കാരണം സിഗിരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ രാവിലെ അവിടെ പോയി ഒരു ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ അത് കഴിഞ്ഞിട്ട് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞുള്ള സ്ഥലം നമുക്ക് ഫുൾ വിസിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരത്തെ എണീറ്റു. അപ്പോൾ പോകാൻ പോണേണ്. അപ്പോൾ എൻ്റെ ക്യാബ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 2 hours ട്രാവൽ ഉണ്ട് അങ്ങോട്ട്. അപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ ഈ ആൾക്കാർ ഇരിക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റും, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്. ഇവര് ഞാൻ പറഞ്ഞ ഈ ബുദ്ധയുടെ ഈ പല്ല് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. നമ്മളാ ദൂരത്തുമ്പോഴാണ് അമ്പലം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ. ക്യൂൻസ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഭയങ്കരമായ ഒരു ഹോട്ടലാട്ടോ. നിറച്ചും പോലീസുകാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഗൈസ്, ഇവർക്ക് വേണ്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഹോസ്പിറ്റലാണ്. അവര് ലൈക്ക് റോഡില് സെറ്റ് ചെയ്തേക്കണാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എമർജൻസിക്ക് വേണ്ടി. ഗൈസ്, ഈ കാണുന്നതാണ് അമ്പലം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറണില്ല. അത്രയും ഭയങ്കര അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇത് കുറെ ടൈം എടുക്കും ഇവിടെ നമ്മളിപ്പോൾ കയറി ഇറങ്ങാൻ വന്നു കഴിഞ്ഞാല്. പക്ഷെ ഇവിടുത്തെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ദിവസം ഉണ്ട് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളുണ്ട്. ഇവിടെ അകത്തൊരു മ്യൂസിയം ഉണ്ട്. ഈ കാടിൻ്റെ ഉള്ളിൽ അകത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ആ പല്ലിരിക്കുന്നത്. അത് കാണാനായിട്ടാണ് ഇവിടെ മുഴുവൻ ഈ ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടിയൊക്കെ. ഇവിടുത്തെ പോലീസുകാരുടെ ഡ്രസ്സാട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും ഭയങ്കര ക്ലീൻ ആയിട്ടാണ് എല്ലാം സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ എല്ലാ സേഫ്റ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡ് കൊടുക്കാതെ തോന്നുന്നു. ഇവിടെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിള്ളേരുടെ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു വലിയ ഒരു ബുദ്ധ പ്രതിമയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കാണിച്ചില്ല ഇന്നലെ രാത്രി. ആ പ്രതിമയാണിത്. ഭയങ്കര വലിയ പ്രതിമയാണ്. ഞാനിപ്പോൾ തിരിച്ച് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ആ പ്രതിമ. ഇതാണ് ബുദ്ധയുടെ സ്റ്റാച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. കാലത്തിറങ്ങിയെങ്കിലും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണ് വന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്.
ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര വ്യൂ തന്നെയാണ്. ഭയങ്കര പൊക്കത്താട്ടോ, ഒരു മലയുടെ പൊക്കത്താണ് ഈ സ്റ്റാച്ചു ഉള്ളത്. നമ്മൾക്ക് അന്തം വിട്ടുപോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അത്ര രസമാണ് കാണാനായിട്ടാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും അടിപൊളിയാണ്. എങ്ങനെയാണ് ഇരിക്കണത്, വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. നമ്മൾ ഒരു മലയുടെ പൊക്കത്തപ്പോൾ നിൽക്കുന്നത്. എൻ്റെ താഴെ നിന്നാണ് നമ്മൾ വന്നത്. ഗൈസ് നമ്മൾ ഏകദേശം ഈ ബുദ്ധയുടെ തലക്കാൻ ഭാഗത്ത് വരെ എത്തി. നടന്ന് അത്രയും പൊക്കത്തിലോട്ട് എത്തി. ഇത് ബുദ്ധയുടെ തലക്കാൻ ഭാഗം കേട്ടോ. നമ്മൾ താഴ്ത്തുന്നുണ്ടില്ലേ, അന്ന് തലക്കാൻ ഭാഗം വരെ എത്തി നമ്മൾ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വ്യൂ ആണ്. സത്യം പറയാല, പുള്ളിക്ക് ഇവിടെ ഇരുന്ന ഈ ലോകം മുഴുവനും കാണാവുന്നു. അത്രയും പൊക്കത്തിലാണ് പുള്ളി ഇരിക്കണേ. നല്ല കാറ്റുണ്ട്. പുള്ളിനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ആ ബുദ്ധേനെയൊക്കെ കണ്ട് അവിടെ നിന്ന് പോന്ന് കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ നമ്മളൊരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയേക്കണതാണ്. അപ്പോൾ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള കുറേ മെഷീൻസും കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ ആ മുമ്പിൽ പോണ പുള്ളിക്കാരത്തിയാണ് നമുക്ക് ഇവിടെ എന്താണ് നടക്കണത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോണം. അപ്പം നമുക്ക് കാണാൻ എന്തായാലും. This factory black tea, and we make white tea also here. Have you heard about white tea? White tea considered as the most healthiest tea, but white tea price expensive. That's because it's not much popular. We use a special kind of tea plant, and we use only first leaf. This also young leaf, but for the white tea we use only first one, youngest one, and only sun dry. That's because white tea we can make less production. That's because expensive. And this is the first stage for manufacturing black tea. All same. And there are 5 stages. We have to go downstairs again to see the other stages. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കാരത്ത് നമുക്ക് ഇവിടെ ഈ ഇലകളൊക്കെ കാലത്തെ പറിച്ച് ഡ്രൈ ചെയ്യും. അതിനെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. മറ്റേ ഇളം ഇലകൾ മുകളിലുള്ള നല്ല ഇലകൾ എടുത്തിട്ടാണ് ഇവർ ഡ്രൈ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ വൈറ്റ് ടീ എന്ന് പറഞ്ഞ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ബട്ട് എനിക്ക് വൈറ്റ് ടീനെ പറ്റി എത്ര നല്ലോണം അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ ഇതൊക്കെ കാണാം. Okay. This is after 3 hours. This is fresh one, green color. This one little bit darker when it crushed. This is after 3 hours. This change is because of the fermentation. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ബ്ലാക്ക് ടീ ആവാനായിട്ട് ഫസ്റ്റ് അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ അതിന് കളറ് വ്യത്യാസമാണ് ഇപ്പോൾ ആ പുള്ളിക്കാരത്ത് കാണിച്ചു തന്നത്. ഇപ്പോൾ ഗ്രീൻ ടീ ആണെങ്കിൽ ആ ഫെർമെൻ്റ് ആക്കാൻ വെക്കുന്ന പരിപാടി ഉണ്ടാവില്ല, അതാണ് പറഞ്ഞത്. പിന്നെ ഈ മെഷീൻസൊക്കെ ഭയങ്കര ഓൾഡ് മെഷീൻസ് ആണ്. പിന്നെ സിലോൺ ടീ എന്ന് പറഞ്ഞാൽ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടീ ആണ്. അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിലത്തെ ലാസ്റ്റ് പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യണതാണ്. അതായത് നല്ലതും ചീത്തയും തമ്മിൽ അതിലുണ്ടാവുന്ന ആ സ്റ്റെമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ആ ഒരു ഭാഗമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരത്തി നമുക്ക് ഇത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇനി നമുക്ക് മുകളിലെ നിലയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണുള്ളത്. But by packaging difficult to recognize. Now you can taste this cup of tea now. It will be medium strong black tea for the tasty. പുള്ളിക്കാരത്തി ഇപ്പം നമുക്ക് പലതരം വെറൈറ്റീസ് ഓഫ് ടീനെ പറ്റിയാണ് പറഞ്ഞു തന്നത്. ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക്
അതിനു മുമ്പ് ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നമ്മൾ ഈ ടീ ഒന്ന് കുടിച്ചു നോക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാര ഇടാണ്ട് ഫസ്റ്റ് കുടിച്ച് നോക്കുക എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ പഞ്ചസാര നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചസാര ഇടാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ലതാണ്. നല്ല ഒരു ഫ്ലേവറും മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മളങ്ങനെ ശീലിച്ചുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കുടിക്കാം. പക്ഷെ നല്ല ഫ്ലേവറാട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല ഫ്ലേവറാണ്. നല്ലൊരു കുടിക്കുന്ന നമ്മളൊരു അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു രസമാണ്. Every 5 years we cut half of the branches, 6 month rest, then harvest. 30-40 years like that. But if you let them grow. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പുള്ളിക്കാരത്തി ഇതിൻ്റെ പുറകെയുള്ള ഒരു ചെറിയ ടീ പ്ലാന്റേഷൻ്റെ ഒരു ഡെമോ പോലെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ പുള്ളിക്കാരത്തിനോടൊക്കെ സംസാരിച്ച് പതുക്കെ ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് നൈസായിട്ട് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു തുരക്കം കാണുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ആൾക്കാർ റോഡിന് പകരം ഇങ്ങനത്തെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നു വരാറ്. അപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ പാറക്കല്ലാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ടൻ എനിക്കത് നിർത്തി തന്നാണ് ഇത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് സംഭവം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബൊട്ടാനിക് ഗാർഡൻ ഓഫ് കാൻഡിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ചെടികൾ, മരങ്ങൾ, പൂക്കൾ, കിളികളുടെ കളകളാരവം അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ എല്ലായിടത്തും ഇഷ്ടമായി എന്ന് പറയുന്നത്, പക്ഷെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ വെറുതെ പറയണില്ല. അപ്പം ഈ കിളികളുടെ ശബ്ദവും പിന്നെ വേറെ എന്തിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പം എന്താന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ മൈക്ക് അടിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ചുറ്റിനൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ കുറെ തേങ്ങ കാണുന്നുണ്ട്. എന്ത് തേങ്ങയാണെന്നാവോ അറിയാൻ പാടില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ തേങ്ങയാകുമ്പോൾ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും കാണിച്ചു തരാം ഇങ്ങനത്തെ ഫോട്ടോ. അയ്യോ അവിടെ തേങ്ങ അവിടെ ഗൈസ്. അതാണ് എല്ലാവരും ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുണ്ട്. അത് പ്രത്യേക ഒരു തേങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ദേശീയ നിറമാണല്ലോ എന്ത് തേങ്ങയാണത് എന്ന് ചോദിക്കുന്നത്. അതുപോലെ ഇപ്പോഴും ദേശീയ നിറം അങ്ങനെ കാണിച്ചാൽ മതി. തേങ്ങയാണ് കഴിച്ചത്. ആർക്കെങ്കിലും തേങ്ങയുടെ പേര് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. മനോഹരമായ ഒരു ഗാർഡനാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മേ ഇപ്പൊ വീണനെ കൂറ്റൻ മരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിവിടെ ശരിക്കും കിളികളുടെ കലവരാരവം കേൾക്കാനുണ്ട്. പിന്നെ സഞ്ചാരികളുടെ ഏറെക്കുറിപ്പുകൾ ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. പുള്ളിനൊക്കെ സമയമാണോ? പുള്ളിയെ കണ്ടതായ ലോകം നമ്മളൊന്നും കണ്ടിട്ടില്ല ഗൈസ്. കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഇത് അവിടെ അരുവി അല്ലേ അത്? അങ്ങനത്തെ സ്ഥലമുണ്ട് ഗൈസ്. അപ്പം അരുവി എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയോ? ഗൈസ് അവിടെ ഒരു ഉടുമ്പിനെ നമുക്ക് കാണാം. പക്ഷെ എനിക്ക് കണ്ടത് നല്ല പേടിയാവുണ്ട്. അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോവണ്ട. നമ്മള് വഴി മാറ്റി പിടിക്കാം. പുള്ളി എങ്ങനെയും നോക്കോട്ടെ. ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോഴാണ് ലോകം എത്ര മനോഹരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനിപ്പോൾ അത് തിരിച്ചറിഞ്ഞു വയസ്സ്. ഇവിടെ പച്ചപ്പും ഹരിതാപവും, കിളികളുടെ കലകളാരവം. സത്യം പറഞ്ഞ കേസ് ഇവിടേക്ക് ഒന്ന് പ്രേമിക്കാൻ നല്ല രസമായിരിക്കും. നമുക്കൊന്നും ആരില്ലാത്തതുകൊണ്ട് തന്നെ പ്രേമിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും ഒക്കെ നോക്കി ഇങ്ങനെ പ്രേമിക്കാൻ വരുന്നു. പക്ഷെ നടക്കൂല കൈസ്. അപ്പം അത് നമ്മൾ വിട്ടിട്ട് ഇനി വേറെ സബ്ജക്റ്റിലോട്ട് നമുക്ക് പോകാം. പച്ചപ്പും ഹരിതാപവും അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അതെ, യാത്രകൾ എപ്പോഴും മനോഹരമാണ് കൈസ്. എല്ലാവരും കൂടെ പോയി യാത്രയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നെ പോലെ ഞാൻ പറയണില്ല, പക്ഷെ ഒരു സഞ്ചാരിയെ പോലെ. പുള്ളിക്കാരത്ത് ഒറ്റയ്ക്കിരിക്കണം കേട്ടോ.
ഗൈസ് അപ്പം നമ്മൾ ഈ നയന മനോഹരമായ ബോട്ടാണിക്കൽ ഗാർഡൻ ഒരുവിധം കണ്ടു കഴിഞ്ഞ് ഫുള്ളായിട്ടൊന്നും കണ്ടില്ല, കാരണം എനിക്ക് നടന്ന് തീർക്കാൻ പറ്റൂല, അത്ര വലിയ ഗാർഡൻ ആണ്. അപ്പോൾ പകുതിയോളൊക്കെ നടന്ന് എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങണേണ്, കാരണം അല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തൂല ഗൈസ്. അപ്പം ഞാൻ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോണേണ്. ഇത് തീർക്കണമല്ലോ എന്നെങ്കിലും ഈ സ്ഥലം. അപ്പം അടുത്ത സ്ഥലത്തോട്ട് പോണേണ് ഗൈസ്. അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ വണ്ടിക്ക് വരുന്ന വഴിക്ക് എന്താണ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ മുടക്കി വെച്ചാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡ്രൈവറായിട്ട് വണ്ടി നിർത്തി നമ്മളെ കാണിച്ചു തന്നാണ്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് കേട് എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് തൈരിലോട്ട് ഹണി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിത് എന്താണെന്ന് വരെ ചോദിച്ചാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ വണ്ടിയൊക്കെ നിർത്തി വാങ്ങിച്ചു തരാനായിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞുള്ള മൈൻഡിലായിരുന്നു. ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ല, ഞാൻ വിചാരിച്ചത് അത്യാവശ്യം ശോകമാകുമെന്നാണ്, പക്ഷെ നല്ല ഈ ലസ്സിയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ട തൈരില് ഹണി ഒരിച്ചേക്കണം. ഗൈസ് നോക്കൂ, ആനപ്പുറത്ത് കയറി പോകുന്ന കുറേ ആൾക്കാർ വാവായിട്ടുണ്ട് കാണാനായിട്ട്. വാവ്. അപ്പോൾ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ സിഗിരിയിലെത്തി. ഇനി ഒരു മലയുടെ പൊക്കത്തല്ല, ഒരു കല്ലിൻ്റെ പൊക്കത്ത് കയറണം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണം, കാരണം എനിക്ക് വിശക്കണം. കുറേ നേരമായി യാത്ര തുടങ്ങിയിട്ട്. നല്ല ഒരു വൈബുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഭക്ഷണം നോക്കാം. കാലത്തെ ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ ബിരിയാണി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടണില്ല ഇവിടുത്തെ. അപ്പം ഞാനിപ്പോൾ റൈസാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കല്ലിൻ്റെ പൊക്കത്ത് കയറാൻ വേണ്ടി പോകാം. ഓക്കെ കഴിച്ച് ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ നമുക്ക് കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്. നല്ല ഉരുളക്കിഴങ്ങ് കറി, ബീൻസ്, ചിക്കൻ കറി അതിൻ്റെ പരിപ്പ് കറി, എവറിത്തിങ് ഈസ് ഹിയർ. നമുക്ക് തിന്നിട്ട് കാണാം ബാക്കി. ഗൈസ് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആനയുടെ കുളിസീനൊക്കെ കാണാൻ പറ്റും കേട്ടോ. നൈസാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സമയം ഒരു 4 മണിയൊക്കെ ആയി. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായ സിഗിരിയിൽ എത്തിയിട്ടുണ്ട്. ഒരു വലിയ മലയാണ് ഗൈസ്. ഇതിലിനി കയറണം, 1 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കയറിപ്പെടാനായിട്ട് അറിയാൻ പാടില്ല എന്താവുമെന്ന്. എന്തായാലും ഇതാണ് അവസാനത്തെ കയറൽ. ഓക്കെ, അപ്പോൾ അത് കയറാൻ വേണ്ടി പോണേണ്. ഇവിടെ നോക്കിയാൽ ഈ മല കാണാം. അതാണ് ആ മല, അതേ കണ്ടോ, അതാണ് ആ മല. അപ്പം എന്തായാലും കയറി നോക്കട്ടെ. 1 മണിക്കൂറാണ് കയറാൻ പറഞ്ഞത്. കല്ലുംപൊടിലെന്ന് പറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ വണ്ടിക്ക് ഇവിടം വരെ എത്തി. ഇനി മുകളിലോട്ട് വണ്ടിയില്ല, നടക്കണം ഗൈസ്. അപ്പം നടക്കാൻ പോണേണ്. ഓക്കെ, നടന്നിട്ട് വരാം. ചുറ്റിനും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. ഇവിടെ കുറേ പഴ, പിന്നെ കുറേ ആൾക്കാരിങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മര ചാറുന്നുണ്ട് ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തും എന്നറിയില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിയാറായി. അപ്പോൾ ഇത് പണ്ടത്തെ കുറേ ശേഷിപ്പുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അല്ലേ, കണ്ടെത്തിയല്ല, ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ശവകുടീരൊന്നും കാണുന്നത് അറിയാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ശവകുടീരല്ലെങ്കിൽ ഇനി ഞാൻ ട്രോളാൻ വരണ്ട, എനിക്കറിയാൻ പാടാത്തത്. എന്തായാലും എൻ്റെ പൊക്കത്ത് എത്തണം. 1 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ഇതാണ് ആ കാണുന്ന മല. എൻ്റെ അറ്റം വരെ എത്തണം. എനിക്കറിയാൻ പാടില്ല ഇതെപ്പോഴെത്തുമെന്ന് ഗൈസ്. അപ്പോൾ സംഭവം ഇതാണ്. ഇതപ്പോൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, നല്ല വലിയ മലയാണ്. ഏത് മലയുടെ ഒരു ഭാഗത്തോട് നമ്മൾ എത്തിയിട്ടില്ല. ഇന്ന് നടക്കണല്ലോ, എന്നാ നടക്കാണ്ട് എവിടെ നിന്ന് നോക്കുമ്പോൾ ഉറുമ്പ് പോലെ ആൾക്കാർ മുകളിലോട്ട് നടന്ന് പോണത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് 1 മണിക്കൂർ അങ്ങാട്ട് 1 മണിക്കൂർ ഇങ്ങാട്ടെന്നാ പറയുന്നത്. എൻ്റെ ഒരു നടത്തതിൽ 1 മണിക്കൂറിലൊന്നും എത്തുന്നത് എനിക്ക് തോന്നണില്ല. എന്തായാലും കുഴപ്പമില്ല, ഒരു എക്സസൈസ് ജീവിതത്തിൽ നല്ലതാണ് ഗൈസ്. എപ്പോഴും
നമ്മള് ജീവിതത്തിൽ ഇങ്ങനെ വെറുതെ തിന്നും കുടിച്ച് ജീവിച്ചാ പോരാ, ഇനി എക്സസൈസ് ചെയ്യണം എപ്പോഴും ഇടക്കിടക്ക്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച് ഫുൾ ഓൺ ഫുൾ പവറിൽ കയറി ഇറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പൊ ഇത് ഫുള്ള് സ്റ്റെപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പാടുണ്ടാവും. ഞാൻ കയറുന്നതിന് മുമ്പ് അണച്ചു തുടങ്ങി, അതാണ് ഞാൻ ഇത്തിരി വെറൈറ്റി ആയതുകൊണ്ട് കയറുന്നതിന് മുമ്പ് അണച്ചു തുടങ്ങും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും കയറി വിട്ട് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറ്റൂലെങ്കിൽ പകുതി വെച്ച് നിർത്തിയിട്ട് തിരിച്ചു പോരെന്ന്. നോക്കട്ടെ, നമ്മള് അഡ്വഞ്ചറസ് ആണല്ലോ ഇത്തിരി ഗൈസ്. കണ്ട ഇപ്പൊ തന്നെ ഞാൻ നിർത്തൂ. എന്തായാലും ഫുള്ള് കയറി തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈശ്വര, ഇതിങ്ങനെയൊക്കെ പിടിച്ച് കയറി കഴിഞ്ഞാൽ വീരോട്ടാ, വീരാളെ ചാൻസ് കൂടുതലാണ്. നോക്കി കയറിയില്ലെങ്കിൽ ഇതൊന്നും ആയിട്ടില്ല, ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, അങ്ങനത്തെ ഞാൻ കിടന്ന് കാണിക്കുന്നത്. കുഴപ്പമില്ല, കയറാ ഗൈസ്, കയറട്ടെ ഏട്ടാ. കണ്ടില്ല, 3 പേര് കഷ്ടപ്പെട്ട് കയറി, നമ്മൾ കയറാണ്ടിരിക്കാൻ പറ്റൂല ഗൈസ്. നമ്മള് ഇങ്ങനത്തെ മല കയറുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തായാലും ഇപ്പൊ ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, പിന്നെ നമ്മള് പ്രാർത്ഥിക്കാം. ഒന്നുമില്ല, പുഞ്ഞും കുരിശും മുത്തപ്പൂ പൊന്മല്ല കയറ്റും, ഇതേ ഇനിയൊരു വഴിയുള്ളൂ. അങ്ങനെയൊക്കെ പേടിയാണ് കയറാ, വേറൊന്നും നോക്കണ്ട. നമുക്ക് മല കയറി ശീലമുണ്ടല്ലോ, എപ്പോഴാ കയറുന്ന പറയുമ്പോൾ എന്നാലും കുറെ നാൾക്കുമ്പോ കയറി ശീലമുണ്ടല്ലോ. അപ്പൊ ആ പാട്ടങ്ങാട് പാടി കയറിയാൽ മതി, ഒന്നും നോക്കൂല. മുത്തപ്പം കയറിക്കോളൂ, കയറ്റിക്കോളൂ അങ്ങോട്ട്. അപ്പൊ ഇനി എന്തായാലും കയറട്ടെ ഏട്ടാ, ഞാൻ കയറിയിട്ട് വരാം. വർത്താനം പറഞ്ഞുകൊണ്ട് കയറാൻ ഇത്തിരി പാടാ, അത്ര സിമ്പിളല്ല ഗൈസ്. ഹാഫ് വരെ എത്തിയിട്ടുണ്ട്, ഇനിയും കുറച്ച് അധികം പോകാനുണ്ട് ഗൈസ്. അപ്പൊ സ്റ്റെപ്പായതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പാടുണ്ട്, അതാണ് കുഴപ്പമില്ല. ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പകുതി എത്തുമ്പോ ഗിഫ്റ്റ് ഫ്രം ഇന്ത്യ എന്നൊക്കെയാണ് എഴുതിയത്. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇനി ഇത്ര കൂടി നടക്കാണ്ട്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ എന്തൊക്കെ വന്നാല് ഗൈസ്. അങ്ങനെ ഒരു കണക്കിന് ഇതിന്റെ പൊക്കത്തെത്തി. അന്ന് അങ്ങനെ സിഗിരിയ എന്നുള്ള സ്വപ്നം ഞാൻ സഫലമാക്കി ഗൈസ്. ഇതാണ് ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ. ഓക്കെ, അങ്ങനെ ആ സ്വപ്നം ഞാൻ ഞാൻ മറന്നുപോയി ആ സാധനം. ഏതപ്പാ എന്നെ മനോഹരം നിറഞ്ഞ ഈ ഭൂമി കാണാനായിട്ടാണ് ഞാനിതിൻ്റെ പൊക്കത്ത് കയറിയത്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. അത്ര നേരം വെയിറ്റ് ചെയ്യാൻ എനിക്ക് തമ്മില്ല ഗൈസ്, ഞാൻ പോണേണ്. എന്നാ ഞാൻ വെച്ച് അപ്പം അതായിരുന്നു ഗൈസ് സിഗിരിയ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ സിഗിരിയ എന്ന് പറഞ്ഞ മലയുടെ പൊക്കത്ത് കയറി ക്ഷീണിതയായി തവിട് പൊടിയായി. ഞാൻ ഒരു റൂം എടുത്തിട്ടുണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ, കാരണം നാളെ ഞാൻ പോണേണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ 4 മണിക്കൂർ ട്രാവൽ ഇപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് എത്തി റൂമിൽ കയറി. ഇനി കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് ആകുമ്പോഴേക്കും പോകണം. 7 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ് പരിപാടി തെറുതിരിയാണ്. ഞാൻ ഇനി കുറച്ച് നേരം ഒന്ന് കുടിച്ചിട്ട് കിടക്കട്ടെ, എന്നിട്ട് ബാക്കി എയർപോർട്ടിൽ ചെന്നിട്ട് പറയാം. ഓക്കെ
ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു നമ്മൾ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, പിന്നെ സിരിഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി, സിർഗ്രിയ മനസ്സിലായി, അങ്ങനെ ഒരു സ്ഥലത്ത് മലയിൽ ആ പാറക്കല്ലുമ കയറാനായിട്ട് പോയി. അത് കഴിഞ്ഞ് കയറി ഇറങ്ങി വന്ന് 4 മണിക്കൂർ നമുക്ക് കിടന്ന് ട്രാവൽ ഉണ്ടായിരുന്നു. വന്ന് ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൽ കുറച്ച് നേരം നിന്ന് പെട്ടെന്ന് തന്നെ വന്നുമായിരുന്നു. ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ എണീറ്റ് എയർപോർട്ടിലോട്ട് വന്ന് ഇപ്പം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണേണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഫ്ലൈറ്റ് ഒരു 7 സംതിങ് ആകുമ്പോഴേക്കും ഫ്ലൈറ്റാണ് തിരിച്ച് നാട്ടിലോട്ട്. അപ്പം എൻ്റെ ഇവിടുത്തെ ശ്രീലങ്കയിൽ തിരിഞ്ഞ് കിടക്കലൊക്കെ തീർന്നു ഗൈസ്. തിരിച്ച് നാട്ടിലോട്ട് പോണേണ്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലൈക്ക് കാണാനൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. ഒരു സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക്കോ അതൊന്നും കാണാൻ പറ്റില്ല. എല്ലായിടത്തും ഒരു ചെറിയ പ്ലേസ് ആണെങ്കിൽ പോലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ നോക്കുന്നത് എല്ലാവരും. അപ്പോൾ അതിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള ആ വീട്ടുകാരാണെങ്കിൽ പോലും അത് മുഴുവൻ അടിച്ച് വാരിയിട്ട് ഒരു പ്ലാസ്റ്റിക് പോലും സ്ഥലത്തൊക്കെ കാണാൻ പറ്റില്ല. അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും മുഖത്ത് എപ്പോഴും ചിരിയായിരിക്കും. ഒരാൾ പോലും, അതുപോലെ പോലീസുകാരനാണെങ്കിൽ പോലും എപ്പം നോക്കിയാലും ഇവർ ചിരിക്കണേക്കും. ചിരിക്കാത്തൊരു ഫേസ് നമ്മൾ കാണില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫേസാണ് നമ്മൾ കാണാറ്. അപ്പം അത് നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നമുക്ക് തരാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് ആദ്യത്തെ 2 ദിവസം ആദ്യത്തെ ദിവസം ഇങ്ങനെ ഓരോ ക്യാബ് വിളിച്ചു പോകണായിരുന്നു. ലാസ്റ്റ് കിട്ടിയ ക്യാൻഡിക്കുള്ള ക്യാബിൽ ആ ഡ്രൈവറായിട്ടൻ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ പോയി പരിചയപ്പെടുത്തി നമുക്കൊരു ഫാമിലി തന്നെ ആക്കി തന്നു പുള്ളി. ഇനി ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് തരും. ഫാമിലി ആണെങ്കിലും ഉമ്മച്ചിയും കുറേ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു അവിടെ കൂടി സംസാരിക്കാനായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യന്മാർ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ്, എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്, അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വന്ന് കാണാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ശ്രീലങ്ക. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്താണല്ല, പെട്ടെന്ന് വരാം. പിന്നെ ഈ കുറച്ച് ദിവസം ഇത്തിരി കുറഞ്ഞു പോയ പോലെ ഉണ്ട് എനിക്ക്, അങ്ങനെ തോന്നല് എനിക്ക് വന്ന്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഏകദേശമൊക്കെ കവർ ചെയ്ത്. പിന്നെ കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല. ഒരു ഫുൾ ഡേ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ പിന്നെ അവിടെ പോയില്ല. ബാക്കി ഒരു എല്ലാ സ്ഥലത്തും പോയി, മെയിനായിട്ടുള്ള കുറേ സ്ഥലത്തൊക്കെ പോയി. അങ്ങനെ എന്തായാലും ഹാപ്പിയാണ്. ഇനി എന്തായാലും ഞാൻ നാട്ടിൽ ചെന്ന് ഒന്ന് കിടന്നുറങ്ങണം. ഉറങ്ങാൻ പറ്റിയിട്ടില്ല 2 ദിവസമായിട്ട്. പിന്നെ ആ കാലുവേദന ഉണ്ട്, പറയുമ്പോൾ എരിഞ്ഞ് കയറിയിട്ട്. അത് വലിയ കാട്ടൊരു വാറൊന്നുമല്ല കേട്ടോ, അത്ര വലിയ വാറൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിരുന്ന് കയറാണ്ടിരുന്നിട്ടുള്ളതിൻ്റെ ഒരു പരിപാടി അതാണ്, വേറെ ഒന്നുമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു ശ്രീലങ്കയിലെ ദിവസങ്ങളെല്ലാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ബൈ ഗൈസ്, ഇനി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ കമൻറ്റ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത്. ഓക്കെ, ബൈ.